ഹലോ ഗായ്സ്, എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുറത്തുള്ള ആൾക്കാർ തമ്മിൽ ആർമി ആയാലും മറ്റുള്ള ഗ്രൂപ്പുകളായാലും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആയാലും തമ്മിലടിക്കാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ പുറത്ത് വിളിച്ചു പറയാതെ അവരവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുകയോ അവരവരുടെ ആൾക്കാരുടെ പോസിറ്റീവ് വശങ്ങൾ സ്പ്രെഡ് ചെയ്യുക. അല്ലാണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പുറത്തേക്ക് സംസാരിക്കുമ്പോൾ അകത്ത് ഒന്നും അറിയാതെ കളിക്കുന്ന കണ്ടസ്റ്റൻറ്റുകളാണ്. അവരെ സംബന്ധിച്ചും ഇപ്പം അനുമോളായാലും അനീഷ ആയാലും ഷാനവാസ് ആയാലും ഏതൊരു കണ്ടസ്റ്റൻ്റ് ആയാലും അവരവരുടെ കളിയാണ് അവിടെ കളിക്കുന്നത്. അവരുടെ കാര്യങ്ങൾ ഇവിടെ പുറത്ത് ആവശ്യമില്ലാത്ത ചർച്ചാ വിഷയങ്ങൾ പുറത്ത് അവരുടെ ആർമി തന്നെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ തന്നെ സംസാരിക്കുമ്പോൾ അത് ആ വ്യക്തികൾക്ക് തന്നെയാണ് നെഗറ്റീവ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം തന്നെ പറയാം, ഇന്നിപ്പോൾ നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചോളം എനിക്കിഷ്ടമുള്ള 3 പേരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. എല്ലാവരും ഇഷ്ടമാണ്. പേഴ്സണലി നമുക്കത് ആരെയും അറിയില്ല, ഒരാളിനെ പോലും നമുക്ക് പേഴ്സണലി പരിചയമില്ല. പക്ഷേ അവരുടെ കളികളും അവരുടെ ഒരു ഇതും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അനീഷ്, അനുമോൾ, ഷാനവാസ്ക, അനീഷേട്ടൻ, അനുമോൾ, അതുപോലെ ഷാനുക്ക. പിന്നെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് വരുന്നത് ആര്യനെ ഇഷ്ടമാണ്. ആര്യനിപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കളിച്ച് വരുന്നപ്പോൾ ബിന്നി നല്ല പോയിൻറ്റ്സ് പറയുന്ന ഒരാളാണ്. ബിന്നിയുടെ ഈ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പ് പ്രശ്നങ്ങളില്ലെങ്കിൽ ബിന്നി നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളാണ്. പിന്നെ അതേപോലെ തന്നെ ജിസേൽ ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് വരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. നന്നായിട്ട് കളിച്ച് തുടങ്ങിയാൽ ഓക്കെ. പിന്നെ നൂറ ഇഷ്ടമാണ്. നൂറ സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരാളാണ്. പക്ഷേ അവരുടെ ഒരു ഫാമിലി മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ആദിലെ ഒട്ടും ഇഷ്ടമല്ല, ഉള്ളത് പറയാൻ. ആദിലെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇഷ്ടമല്ല. പിന്നെ ഇവരുടെ ഒരു നോർമലൈസേഷൻ, അവരുടെ ഒരു LGBT കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഞാൻ അംഗീകരിക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഇതില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് നൂറ ഇഷ്ടമാണ്, ക്യാരക്ടർ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പിന്നെ എനിക്ക് നിവിനെ അത്ര വലിയ താല്പര്യം, നിവിനെ ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു, നിവിനെ അത്ര വലിയ താല്പര്യമില്ല. അക്ബറിൻ്റെ കഴിവിനെ എനിക്കിഷ്ടമാണ്. അക്ബറിൻ്റെ നാക്കിഷ്ടമല്ല, വർത്താനം ഇഷ്ടമല്ല. അപ്പം നമുക്ക് ഓരോ ആൾക്കാരെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടുക, നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുക്കുക. അല്ലെങ്കിൽ കവിഞ്ഞ് ഇതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു വരുന്ന മറ്റൊന്നുള്ള അനുമോളുടെ ചേച്ചീൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അനുമോൾ ചേച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യകത അവിടെ ഇല്ല. അമ്മ, ഈ അനുമോളുടെ അമ്മയെന്ന് പറയുന്ന ആൻറ്റി പാവം അകത്ത് പോയി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അനുമോളുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ചേച്ചി മകത്ത് പോയി അവർ വളരെ അത്യാവശ്യം വളരെ നന്നായിട്ട് ഡീൽ ചെയ്ത് പുറത്തു വരുന്നു. പക്ഷേ ഈ പുറത്ത് ഈ ചേച്ചി ആവശ്യമില്ലാത്ത ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ അവർ പലതും നമ്മളിപ്പോൾ ബിഗ് ബോസിൽ കുത്തിത്തിരിക്കാനും അല്ലെങ്കിൽ ആലേട്ടൻ തന്നെ ഈ ആൾക്കാരുടെ ഗെയിമേഴ്സിൻ്റെ ഗെയിം ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി പല കാര്യങ്ങളും ചോദിക്കും. അതിനകത്ത് നമ്മൾ വീഴാതിരിക്കുക എന്നുള്ളതാണ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ അനുമോളുടെ ചേച്ചി ഇവരുടെ യൂട്യൂബേഴ്സ് കുടിലമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ വായിൽ പോയി വീണു. അതിൻ്റെ ഫലമായിട്ടാണ് അനീഷിൻ്റെ അനിയൻ ആർമി മറ്റേത് മറിച്ചത്. ഇതൊക്കെ അവരുടെ കാര്യമാണ്. ഇതൊക്കെ നമ്മളെന്തിനാ നമ്മൾ ഒരാൾ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലോ ഡിഗ്രേഡ് ആയാലോ നമ്മൾ എങ്ങനെയാണ് ഡിഗ്രേഡ് ആവുന്നത്? ഇപ്പോൾ അനുമോളെ സംബന്ധിച്ചുള്ള അനുമോട് ആവശ്യമില്ലാത്തൊരു എക്സ്പ്രഷൻ അവിടെ ഇട്ടു. പക്ഷേ ജീവൻ്റെ കാര്യം നമ്മളെല്ലാം വീഡിയോ ചെയ്ത ആൾക്കാരാണ്. കാരണം അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയാണ്. അപ്പോൾ അവർ കളിച്ചതാണ്, അവരുടെ TRP കൂട്ടാൻ വേണ്ടി അവർ കളിച്ച നാടകത്തിൽ അല്ലെങ്കിൽ അവർ കളിച്ച കളിയിൽ അനുമോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വീണു. അത് അനുമോളിൻ്റെ ഭാഗത്ത് വന്നൊരു ചെറിയ മിസ്റ്റേക്കാണ്. കാരണം അനുമോൾ അത് സാധാരണ രീതി നോർമലായിട്ട് അത് കൈകാര്യം ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇവർ കൊണ്ടുവരും. കാരണം ഇവർ TRP കൂട്ടാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു വീക്കായിട്ടുള്ളൊരു വശമുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം. നമ്മുടെ ഏതാണോ നമ്മുടെ ഒരു വീക്ക് പോയിൻ്റ് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ കൊണ്ടുവരാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കണ്ടു. ഓക്കെ, അവിടെ കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് എല്ലാവരും നിൽക്കുന്ന പോലെ നിന്ന്, അപ്പം ചിലപ്പോൾ ചോദിക്കും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയപ്പോൾ എല്ലാവരും നിൽക്കുന്ന പോലെ എങ്ങനെയാണ് നിൽക്കുക എന്നുള്ളതും അത് നോർമലായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹൗസിനുള്ളിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് പോയി കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു മൂവിയുടെ ഒരു സീരിയൽ ഞാൻ പറഞ്ഞു വരുന്ന ജീവൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് പുറത്ത് എന്നിട്ട് വേറെ ആരെങ്കിലും ഡീഗ്രേഡ് ചെയ്ത വേറെ ആരെങ്കിലും ഇത് ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ. ഇപ്പം നമ്മളായാലും ഇവരിന്ന് വിഷമിച്ചു, അയ്യോ അനുമോൾ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഡ്രസ്സിങ് റൂമിൽ പോയി ആദിലയുടെ ചെവിയിൽ പറഞ്ഞത് പുറത്തേക്ക് ഇട്ട് എൻ്റെ ലൈഫ് നശിപ്പിച്ചവനാണ് എന്നുള്ളത്. അതൊക്കെ അല്ലാണ്ട് അനുമോൾക്ക് അവിടെ ഒരു ഡീഗ്രേഡ് ഇവിടെ വന്നിട്ടില്ല. അനുമോൾക്ക് എന്ത് ഡീഗ്രേഡാണ് വന്നത്? അനുമോൾക്ക് എന്ത് പ്രശ്നമാണ് വന്നത്? അനുമോൾ ഇപ്പോഴും ആ ഒരു ടോപ്പ് സ്ഥാനത്ത് തന്നെ ഉണ്ട്, ടോപ്പ് 5 തന്നെ ഉണ്ട്. പിന്നീട് അവസാന നിമിഷം കപ്പ് കൊണ്ടുവന്നും കപ്പ് കിട്ടുന്നതും വോട്ട് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റാണ്. ഇപ്പോൾ ടോപ്പ് 5 വരുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ
നമ്മളെപ്പോഴും നമ്മുടെ കണ്ടസ്റ്റൻറ്റ് ഏറ്റവും നല്ല ടോപ്പ് 5-ലുള്ള 5 കണ്ടസ്റ്റൻറ്റ് ടോപ്പ് 5-ൽ വരണം എന്ന് ആഗ്രഹിച്ചാൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അവിടെ കപ്പ് ആർക്ക് കിട്ടും, കപ്പ് കിട്ടത്തില്ലയോ, ഫസ്റ്റ് റണ്ണർ അപ്പാവും, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ലാസ്റ്റ് ടൈമിലാണ്. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അനിമോളുടെ ചേച്ചി ഇങ്ങനെ സംസാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ കാണാനിടയെ, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഹൗസിൽ 3 ഫാമിലിയാണ് വന്നത്. ആദ്യം നിങ്ങൾ കണ്ടിട്ടുള്ളതുപോലെ ആദ്യം തന്നെ ജിസേലിൻ്റെ മമ്മി വന്നു. ജിസേലിൻ്റെ മമ്മി ഭയങ്കര സ്ട്രോങ് ആണ്. വളരെ ജിസേലിനെ നല്ല ചീത്ത പറഞ്ഞു കേട്ടോ. നിൻ്റെ ഡ്രസ്സിങ് ശരിയല്ല, നിനക്ക് എന്താ മലയാളം അറിയത്തില്ല, നീ എന്താ ഇങ്ങനെ പറക്കി മലയാളം സംസാരിക്കുന്നത് എന്നൊക്കെ രീതിയിൽ വളരെ നന്നായിട്ട് ചീത്ത പറഞ്ഞു കേട്ടോ മമ്മി. അതിനുശേഷം ആര്യൻ്റെ മമ്മിയാണ് വന്നത്. അപ്പോൾ ഇവരൊക്കെ ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്കൊക്കെ ഇവർ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആര്യൻ്റെ മമ്മി വന്നു. ആര്യൻ്റെ മമ്മി പറയാൻ പറ്റില്ല കേട്ടോ, നല്ല കിടിലം മമ്മി. കാരണം എന്ന് പറഞ്ഞാൽ ആര്യൻ്റെ മമ്മി ഭയങ്കര എല്ലാവരോടും ഭയങ്കര കോപ്പറേറ്റ് ആണ്, ഭയങ്കര സോഷ്യലാണ്. ഈ ചെക്കനെ പോലെ തന്നെ, ഇപ്പോൾ ഈ പാൽക്കുപ്പി ചെറുക്കനെ പോലെ തന്നെ അവൻ എല്ലാവരോടും ഇങ്ങനെ കൂട്ടായിട്ട് കളിച്ച് നടക്കുമല്ലോ, അതുപോലെ തന്നെ ഒരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഒരു ഫണ്ണി ക്യാരക്ടറാണ് മമ്മി. പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ജിസേലിൻ്റെ കാര്യം പറഞ്ഞു ജിസേൽ നോട്ട് എ ഡോട്ടർ, ഷീസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ജിസേലിന് കുറച്ച് വിഷമമാക്കി. പിന്നെ ആരിൻ്റെ മമ്മിയും ചേട്ടനുമാണ് വന്നത്. അവരാദ്യം സ്റ്റോർ റൂമിൽ വഴി ചേട്ടൻ വന്നു, അതിനുശേഷം മമ്മി വന്നു. അവൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൻ വന്നു. ജിസേലിൻ്റെ മമ്മി ആദ്യം തന്നെ കെട്ടിപ്പിടിച്ചത് അനിമോളെയാണ്. അനിമോളെ ഫ്രണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ 2 കൈ നീട്ടി നല്ല കെട്ടിപ്പിടിക്കുന്നത് നല്ല ക്യൂട്ട് മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കും അനിമോൾക്ക്. ഇനി ഇവനും ജിസേലുമായിട്ടുള്ള ഒരു പ്രശ്നം കണ്ടെന്ന് പറഞ്ഞത് അനിമോളാണല്ലോ. അപ്പം അതൊരു വിഷമം തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ പാരൻസ് നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞാൽ അവരകത്ത് നിൽക്കുന്ന ഗെയിം കളിക്കുവാണ്. അവരവിടെ ശത്രുതയൊന്നും വെച്ചിട്ടല്ല ഗെയിം കളിക്കുക. അവരവിടെ ഒരാളിനെ വീട്ടിട്ടാണ് അടുത്തയാൾക്ക് ജയിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ഗെയിമാണ്. അതേത് മനസ്സിലാക്കുക. ഒരാൾക്ക് ഇവർക്ക് ടോപ്പ് 5-ൽ വരണം. അപ്പോൾ ഒരാൾ പോയെങ്കിലും അടുത്താൾക്ക് വരാൻ പറ്റും. അവരുടെ ഏതെങ്കിലും ഒരു കുഞ്ഞ് നെഗറ്റീവ് എടുത്തായിരിക്കും ഒരു വലിയ വലിയൊരു ബോംബ് പോലെ കാണിക്കണത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനല്ലാണ്ട് ഒരു വലിയ വ്യക്തിവിരോധമോ പേഴ്സണൽ ഗ്രഡ്ജോ ഒന്നും വിചാരിക്കേണ്ടതല്ല. പ്രത്യേകിച്ചും വീട്ടുകാരൊരിക്കലും കാണിക്കരുത്. വീട്ടുകാരത് ചിന്തിക്കുകയും ചെയ്യരുത്. വീട്ടുകാർ അവരവരുടെ കണ്ടസ്റ്റൻറ്റ് അല്ല അവരുടെ മക്കൾക്ക് അല്ലെ അവരുടെ സഹോദരിക്ക് ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാണ്ട് മറ്റുള്ള ആൾക്കാരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന 24/7 ലൈവ് കാണുന്ന ആൾക്കാർ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഞാൻ 24/7 ലൈവാണ്. വെറും 2-3 മണിക്കൂറാണ് ഞാൻ ആകെപ്പാടെ ഉറങ്ങണേ. അപ്പം ഞാനിത് കാണുന്നതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും കാര്യം നമുക്കറിയാം. നമ്മൾ ഒരാളിൻ്റെ പ്രവൃത്തി ഇപ്പോൾ അവർ ഈ 24/7 കാണുന്നത് ബിഗ് ബോസ് പുറത്തുവിടുന്ന കാര്യങ്ങളാണ്. ബിഗ് ബോസ് എന്താണോ പുറത്തുവിടുന്നതാണ് നമ്മൾ കാണുന്നത്. ബിഗ് ബോസ് പുറത്തുവിടുന്നത് ചിലപ്പം അനിമോൾക്ക് നെഗറ്റീവ് ആയതാവാം, ചിലപ്പം പുറത്തുവിടുന്നത് ചിലപ്പോൾ അനിമോൾക്ക് പോസിറ്റീവ് ആയതാവാം, ചിലപ്പം നൂറക്ക് പോസിറ്റീവ് ആയതായിരിക്കും, ചിലപ്പോൾ നൂറക്ക് നെഗറ്റീവ് ആയതായിരിക്കും, ചിലപ്പോൾ ഷാനവാസിന് പ്രശ്നമാവും, ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിന് പുറത്തല്ല ജിസേലിനെ ആരെയും പിന്നെ മോശക്കാരനാക്കാനായിരിക്കും അല്ലെങ്കിൽ നല്ലതാക്കാനായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മൾ ഇവരെ വാല്യൂ ചെയ്യുന്നത്, അല്ലെ ഇവരെ അളക്കുന്നത്. ഇത് കണ്ടിട്ടാണ് ഇവരുടെ ഗെയിമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, ഇവരുടെ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് പുറത്തിരിക്കുന്ന ആൾക്കാരെ മറ്റുള്ളവർ പറയുന്നവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും ആരിൻ്റെ മമ്മി നല്ല ചക്കര മമ്മി എന്ന് എനിക്ക് പറയാൻ പറ്റും. നല്ല അടിപൊളി മമ്മി. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നല്ല മലയാളം അറിയില്ലെങ്കിൽ പോലും എല്ലാവരോടും സംസാരിച്ചു. അതുപോലെ തന്നെ എല്ലാവരോടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ജിസേലിനെ കണ്ടിട്ട് കണ്ണാന്തി പാടി. പക്ഷേ ചേട്ടനെ ജിസേലിനെ അത്രയ്ക്കും ഇങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആരിൻ്റെ വയസ്സൊക്കെ ജിസേൽ അവിടെ നിന്ന് മാറി നിന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ആരിന് 23 വയസ്സല്ലേ ഉള്ളൂ, 23 വയസ്സുള്ള ഒരു ചെറിയ പയ്യനല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മമ്മിയാണ് എഫേർട്ട് എടുത്തേക്കെന്ന് പറഞ്ഞു. പിന്നെ ആര്യൻ്റെ ചേട്ടനൊരു കാര്യം പറഞ്ഞു കേട്ടോ, നീ എങ്ങനെ വന്നായാലും നീ ഇതിനകത്ത് എങ്ങനെ വന്നു, നീ വന്ന വഴിയൊന്നും ആലോചിക്കുന്നില്ല, പക്ഷേ നീ ഇത്ര നാളെ നിന്നില്ലേ, ഞങ്ങൾക്ക് പ്രൗഡാണെന്ന് പറഞ്ഞു. അത് ഭയങ്കര അവരുടെ ഒരു പ്രൗഡ് മൊമെൻ്റാണ്. ചിലപ്പോൾ അവർ കാശ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും വന്നത്, എനിക്ക് തോന്നുന്നു. മേ ബി ആയിരിക്കാം, കാശ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും വന്നത്. പക്ഷേ കാശ് കൊടുത്തിട്ട് ആരെങ്കിലും സ്വാധീനിച്ചിട്ട് അവർ കയറി വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയുക കേട്ടോ. അപ്പോൾ എന്നാൽ പോലും അവനെ ഒരു 9 വീക്ക് നിന്നു ഫാമിലിനെ ഇത്ര വലിയ ഷോയിലേക്ക് അവന് വേണ്ടിയിട്ട് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് അവൻ്റെ ഒരു വലിയ പ്രൗഡ് മൊമെൻ്റാണ്. അതിൽ ഇപ്പം നിൽക്കുന്ന 13 കണ്ടസ്റ്റൻറ്റുകളുടെ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻറ്റ്സാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു. വളരെ നല്ല ഒരു അവസ്ഥയാണ് അവരുടെ ചേട്ടനും അമ്മയും ഒക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മേനെയൊക്കെ. അപ്പം അതിനൊക്കെ ചേട്ടൻ വന്നപ്പോൾ അവനെ പൊക്കിയെടുത്ത് ഭയങ്കരമായിട്ട് ക്യൂട്ട് മൊമെൻ്റായിരുന്നു. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളീ പുറത്തിരിക്കുന്ന ആൾക്കാർ പലതും പറയും. പുറത്തിരിക്കുന്ന ആർമി ആയാലും ഫാൻ ഗ്രൂപ്പ് ആയാലും മറ്റുള്ള ഗ്രൂപ്പുകളായാലും അല്ലെങ്കിൽ ബന്ധുക്കളായാലും അനാവശ്യങ്ങൾ പറയാതിരിക്കുക. അവരവരുടെ കണ്ടസ്റ്റൻറ്റുകൾക്ക് വേണ്ടിയിട്ട് അവരൊരു വീഡിയോ ഇടുക, അവരവരുടെ കണ്ടസ്റ്റൻറ്റുകളെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ മറ്റുള്ള ആൾക്കാരെ മോശമാക്കി അല്ലെ അവർ ചീത്തയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർക്കാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് പറയാതിരിക്കുക. കാരണം അനിമോളെ സംബന്ധിച്ചുള്ള അനിമോൾ ഒരു
ഒരു കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്. ഇപ്പം മറ്റു ചെറിയ ചെറിയ പ്രോബ്ലംസോ അല്ലെങ്കിൽ കരച്ചിലോ അങ്ങനെയൊക്കെ വന്നെങ്കിൽ അതൊക്കെ ഇങ്ങ് പറഞ്ഞു പോയി. കാരണം ഇമോഷൻ നമുക്ക് എപ്പോൾ ആണെങ്കിലും ബേസ്റ്റ് ചെയ്യും. നമുക്ക് ഇമോഷൻ ബ്രേക്ക് ഡൗൺ ആവുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല. എല്ലാ മനുഷ്യനും ഉള്ളതാണ് കരച്ചിലും ചിരിയും ഒക്കെ. അതിനൊരു വലിയ തെറ്റായിട്ടൊന്നും ആരും വിചാരിക്കില്ല. അനാവശ്യമായിട്ട് എപ്പോഴും അനാവശ്യമായിട്ട് കരയുന്നുള്ള ആൾക്കാർക്ക് അപ്പോൾ എന്തിനാണ് കരയുന്നത് വിചാരിക്കും. ഇപ്പം അനുമോളെ സംബന്ധിച്ച് അനുമോട് കരച്ചിൽ ഇത്തിരി കുറച്ചു. ഇന്നലെയായിരുന്നു അനാവശ്യമായിട്ടുള്ളൊരു കരച്ചിൽ ഞാൻ കണ്ടത്. ആ ഒരു ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്യാൻ നേരത്തെ അവൾ കളഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചെയ്യും, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ അത് കഴിഞ്ഞു. അതിനവിടെ മാറിപ്പോയി എന്ന് കരയേണ്ട ഒരു ആവശ്യകതയൊന്നും ഒരിക്കലും ഇല്ല. സോറി. അപ്പോൾ അത് ആവശ്യമില്ലാത്തൊരു കരച്ചിലായിരുന്നു. പിന്നെ ആദില നൂറയുടെയൊക്കെ കൂടിയിട്ട് അവൾക്ക് അനീഷിനെ കുറിച്ചുള്ള തെറ്റായ ഒരു ധാരണയുണ്ട്. അത് തെറ്റാണ്. കാരണം അനീഷിനെ സംബന്ധിച്ച് അനീഷ് ആദ്യം മുതൽ അങ്ങനെയാണ് ക്യാരക്ടർ. അയാളുടെ ക്യാരക്ടർ അനുസരിച്ച് അതിപ്പോൾ നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. പിന്നെ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്ന അയാളുടെ ഒരു സ്ട്രാറ്റജിയോ അയാളുടെ ഗെയിമോ എന്തോ ആയിക്കോട്ടെ മേ ബി അത്. പക്ഷേ തിരിച്ച് അനുമോൾ അവിടെ ചിന്തിക്കാതെ അനീഷിനെതിരെ എതിരെ പറയുമ്പോൾ ആദിലയും നൂറയും അനീഷിൻ്റെ കൂടിയല്ല. അനീഷിനെ ഒരു കുറ്റവും പറയുന്നില്ല. ഇന്ന് ആരെ പോലെ ആവണമെന്ന് പറഞ്ഞപ്പോൾ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നൂറ പറഞ്ഞത് അനീഷിനെ പോലെ ആകണമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അനുമോൾ അത് മനസ്സിലാക്കിയെങ്കിൽ നല്ല കാര്യം. കാരണം അതിലെ പിന്നെ നൂറയ്ക്ക് അനീഷിനെ പോലെ ആകണമെന്ന് പറഞ്ഞപ്പോൾ അനീഷിന് അവിടെ ക്വാളിറ്റിയാണ്, അതൊരു ഗുഡ് ക്വാളിറ്റി ഉണ്ടായിട്ടല്ലേ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അനീഷിനെ പോലെ ആകണ്ട എന്നാണ് അനുമോൾ പറഞ്ഞത്. അത് കറക്റ്റാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരെ പോകണ്ട. അനീഷ് പറഞ്ഞാൽ തിരിച്ച് അനുമോളെ പോലെ ആകണ്ട. അപ്പോൾ പരസ്പരം അത് പറഞ്ഞ് തീർത്തു, അതവിടെ കഴിയുക. അതിനുശേഷം വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനെ പിന്താങ്ങിക്കൊണ്ട് വീട്ടിലിരിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറയാതിരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ അകത്തിരിക്കുന്നവർക്കായിരിക്കും നെഗറ്റീവ്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരേണ്ടി വരും. അതൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾ കളിക്കുകയാണ്. അവരിതൊന്നും അറിയുന്നില്ല. അവർ കളിക്കട്ടെ. അവരുടെ ഗെയിം നോക്കി മാത്രം നമ്മൾ അവരെ വിലയിരുത്തുക. അല്ലാണ്ട് അവരുടെ മറ്റുള്ള കാര്യങ്ങളോ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ അവരുടെ പ്രശ്നങ്ങളോ അവരുടെ നെഗറ്റീവ് എല്ലാം ഉണ്ടെങ്കിൽ അതും തപ്പിയെടുത്ത് ചീഞ്ഞ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരാതിരിക്കുക. അവരിവിടെ എങ്ങനെയാണോ ഗെയിം കളിക്കുന്നത് അവർ സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് പോയിൻറ്റ്സ് പറയുന്നത്, അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ വിലയിരുത്തുന്നത്, മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നവരെല്ലാത്തിലും ഇടപെടുന്നുണ്ടോ, അതോ അവരെവിടെയെങ്കിലും മൂലയ്ക്ക് പോയി ബീൻസ് ബാഗിൽ ഇരിക്കുവാണോ? ഇതൊക്കെയാണ് നമ്മൾ ഒരു ഗെയിം ഷോ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. എൻ്റർടൈൻ ചെയ്യേണ്ടവർ ചെയ്യുന്നുണ്ടോ? നിവിനെ പോലുള്ള എൻ്റർടൈൻമെൻറ്റ് എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഫാമിലി മെമ്പേഴ്സ് വരുമ്പോൾ പോലും അവരുടെ ഇടയ്ക്ക് കയറിയിട്ട് ആ ഒരു എന്താ പറയുക സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത്. ഇന്നിപ്പോൾ എന്തായാലും എല്ലാവരും പറഞ്ഞു ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾ തന്നെ അവരെ വെറുതെ വിടുന്നുണ്ടായിരുന്നു. അവർക്ക് സംസാരിക്കട്ടെ. മാക്സിമം എല്ലാ കുടുംബാംഗങ്ങളും അവരവരുടെ ആൾക്കാർക്ക് ഹിൻറ്റ് കൊടുത്തിട്ടാണ് വന്നത്. പിന്നീട് നമ്മളെ അനുമോളായിരുന്നു ലാസ്റ്റ്. അനുമോളുടെ ഫാമിലിയാണ് വന്നത്. അനുമോളുടെ അമ്മയും ഈ ടാസ്ക് കളിച്ചത് ആ ഒരു സഹോദരിയല്ല, സ്വന്തം സഹോദരിയല്ല, ഒരു കൂട്ടുകാരിയായ ഒരു ചേച്ചിയാണ്. അവരാണ് അന്ന് ടാസ്ക് കൂടെ എൻട്രൻസിന് ആദ്യം കയറിയ സമയത്ത് ടാസ്ക് കളിക്കാൻ വന്നതും ഈ ഒരു ചേച്ചിയായിരുന്നു, ആര്യ എന്ന് പറയുന്നത്. അപ്പം പിന്നെ അനുമോൾ ആദ്യം വന്ന് പാട്ടൊക്കെ കേൾക്കാനായിട്ട് നിന്നു. അപ്പോൾ വരുന്നെന്ന് വിചാരിച്ചു. പക്ഷേ അനുമോളെ പിന്നെ ബിഗ് ബോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ടാണൊക്കെ ബിഗ് ബോസ് ഊക്കിയതാണ്. പാവപ്പെട്ടവൾ ഓടി എന്തെങ്കിലും തിരിച്ചു പോയി. പിന്നെ ആക്ടിവിറ്റി ഏരിയയിൽ പോയി ടാസ്ക് ചെയ്യാൻ പറഞ്ഞു. മര്യാദയ്ക്ക് നീ പോയി ടാസ്ക് ചെയ്യുമെന്ന് പറഞ്ഞു. എന്തായാലും ആ ഒരു ടാസ്ക് വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തത്. ആദ്യം ബിഗ് ബോസ് എടുത്ത് വെച്ചു. പിന്നീട് ആ ബോസ് എന്നുള്ളത് ടെൻഷൻ അടിച്ച് തെറ്റിച്ചു. പിന്നീട് ഈ അമ്മയ്ക്കും ഈ വന്ന ചേച്ചിക്കും കൂടി ഒരു ടാസ്ക് കൊടുത്തു. കാരണം അനുമോൾ എങ്ങനെയുണ്ട്, അനുമോളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, നിങ്ങൾക്ക് അനുമോളിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം ഓരോരുത്തരോടും ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ പറയണം. ആ ഒരു ടാസ്കിൻ്റെ ഇടയ്ക്ക് തന്നെ ബിഗ് ബോസ് കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അനുമോളെ കുറേ ഹെൽപ്പ് ചെയ്തു. കാരണം ആ ടെൻഷനും കൂടി ആയപ്പോഴത്തേക്ക് ഹെൽപ്പ് ചെയ്തു. പിന്നീട് ഒരു കട്ട ഇങ്ങനെ ഈ പലക പോലൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സ്ക്വയർ, ആ ഒരു എന്താ പറയുക ഒരു സ്ക്വയർ ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡ് ഇങ്ങനെ നിരത്തി വെക്കണം. ഒരു ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു താഴെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് തട്ടിയിടുമ്പോൾ കറക്റ്റായിട്ട് ബോൾ ആ ബക്കറ്റ് വീഴണം. 2 പ്രാവശ്യം അനുമോൾ ചെയ്തു. 3ാമത്തെ തവണ എന്തായാലും അനുമോൾ അറിയാതെ തന്നെ അതിട്ടപ്പോൾ തന്നെ കറക്റ്റായി. ആദ്യം 2 തവണ ചെയ്തിട്ട് ശരിയായില്ല കേട്ടോ. പിന്നെ ആൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. 2-3 തവണ ചെയ്തു, അത് പറ്റിയില്ല. പിന്നീട് പറഞ്ഞു കൊടുത്തു അത് ബാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ വേണമെങ്കിൽ ബക്കറ്റ് കുറച്ചൊന്ന് നീക്കി വെച്ചോളാൻ പറഞ്ഞു, ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തപ്പോൾ ലാസ്റ്റ് വളരെ നന്നായിട്ട് തന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത്. കാരണം ആൾ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു അച്ഛനാണോ അമ്മയാണോ, ആ ചേച്ചീനെ അമ്മയും കണ്ടു. അപ്പോൾ അവർ വരുന്നതിൻ്റെ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരുന്നു. ആ ഒരു ടെൻഷനിൽ ചെയ്യാനായിട്ട് ആദ്യം ഒരു ഇച്ചിരി ബുദ്ധിമുട്ടി. പക്ഷേ
വളരെ നന്നായിട്ട് തന്നെ ടാസ്ക് ചെയ്തു. ഒന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനുമോൾ ഇതേ കണക്കുള്ള ടാസ്കുകളൊക്കെ ചെയ്ത് നല്ല പരിചയമുണ്ട്. അപ്പം ഇതേ കണക്കാണല്ലോ സ്റ്റാർ മാജിക്കിലൊക്കെ ടാസ്കുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നിരിക്കാം. പിന്നെ ബിഗ് ബോസിൻ്റെ കണ്ണായിരുന്നു കൊടുത്തത്. എന്തായാലും ജിസേലിന് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കിട്ടുക. ജിസേൽ കിടന്ന് വിയർക്കുമായിരുന്നു. ബിഗ് ബോസിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഇതും പിന്നെ എന്താ പറയുക, നമ്മുടെ ആ കോട്ടയാട് മുറ്റവും ഊഞ്ഞാലും അതുപോലെ തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഫ്രണ്ട് വശത്തെ ആ ഒരു സംഭവമായിരുന്നു. അത് വെക്കാനായിട്ട് ജിസേൽ കുറേ പാടുവിട്ടു പാവം. അതിനുശേഷം പിന്നീട് അത് വെച്ചത്. പിന്നെ രണ്ടാമത്തെ ടാസ്ക് ജിസേലിന് എളുപ്പമായിരുന്നു. ആര്യന് ബിസ്ക്കറ്റിൻ്റെ ടാസ്ക് ആയിരുന്നു കിട്ടിയത്. ആദ്യം ആര്യന് നമ്മുടെ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, എന്തോ എൻ്റെ പേര്, എന്തോ ഒരു കുട്ടൻ, ആ പേര് കിട്ടുന്നില്ല, ആ പപ്പിക്കുട്ടനെ വെക്കാനായിരുന്നു. അത് വെച്ചു. പിന്നീട് 5 ബിസ്ക്കറ്റ് നെറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വായിൽ കൊണ്ടുവന്ന് കഴിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതും കുഴപ്പമില്ലായിരുന്നു, വളരെ നന്നായിട്ട് ആര്യൻ ചെയ്തു. പക്ഷേ ആര്യനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 3 ചെയ്തിട്ട് ഇടയ്ക്ക് തറയിലൊക്കെ വീണപ്പോൾ അവൻ തറയിൽ വീണ ബിസ്ക്കറ്റ് വരെ എടുത്ത് കഴിക്കേണ്ടി വന്നു കേട്ടോ. കാരണം അവന് അഴുക്കിലും പൊടിയിലും ചെരുപ്പിട്ടിട്ടല്ലേ ഈ ആക്ടിവിറ്റി ഏരിയയിലല്ല അവർ നടക്കണേ. അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റ് അങ്ങനെ 5 ബിസ്ക്കറ്റ് അവൻ കഴിച്ചു, സമയത്തിന് കഴിച്ചു, എന്നിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ അമ്മയും ആദില നൂറേനെയൊക്കെ പറഞ്ഞു, പിന്നെ മക്കളായിട്ട് വരണം, എനിക്ക് 2 ഡോട്ടേഴ്സിനെ കിട്ടി, ആര്യന് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾ. അവർ പറഞ്ഞു, അവൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് പെൺകുട്ടികളെ സിസ്റ്റേഴ്സിനെ വേണമെന്ന്. പക്ഷേ എനിക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ നിങ്ങളെ ഞാൻ 2 പേരെ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്നേഹമായിട്ടായിരുന്നു കേട്ടോ. മലയാളമൊന്നും അറിയത്തില്ലെങ്കിലും അത്യാവശ്യം ബിഗ് ബോസ് എപ്പോഴും അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു മലയാളം പറയണം. അങ്ങനെയാണ് ഈ 3 പേരുടെയും ടാസ്ക് അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്. എന്തായാലും ജിസേലിൻ്റെ മമ്മി കുറച്ച് സ്ട്രിക്റ്റ് മമ്മിയാണ്. ജിസേലിന് കുറച്ച് വഴക്കൊക്കെ കൊടുത്തു. പക്ഷേ ജിസേൽ മമ്മീനെ വലിയ മൈൻഡൊന്നും ചെയ്യുന്ന മമ്മിയല്ല. മമ്മിയെ ശ്രദ്ധിക്കാതെ ജിസേൽ പറഞ്ഞു എൻ്റെ മേക്കപ്പ് സാധനം എന്ത് ചെയ്യേണ്ട അത് കൊടുത്തുവിടാനും ചെയ്ത്. പിന്നെ എന്താ പറയുക, നമ്മുടെ ജിസേൽ കുറേ ക്രൂ മെമ്പേഴ്സിൻ്റെ പേരൊക്കെ 2-3 പേരുടെ പറഞ്ഞു. 1-2 എണ്ണമൊക്കെ മ്യൂട്ട് ചെയ്ത് പിന്നീട് ഒരെണ്ണം അറിയാതെ തന്നെ ബിഗ് ബോസ് കേൾപ്പിച്ചു കേട്ടോ. മോഷ്മിയോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. അപ്പോൾ അവരോട് പറയുന്നത്, അപ്പോൾ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ പരിചയമുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും ഇൻഫ്ലുവൻസിൽ കയറി വന്നത്. അല്ലെങ്കിൽ പിന്നെ മലയാളം ബിഗ് ബോസിൽ ഹിന്ദി അറിയാവുന്ന, അല്ലെങ്കിൽ പക്ഷേ ഇവർ നല്ല മലയാളം, അമ്മയ്ക്ക് നന്നായിട്ട് മലയാളം അറിയാം. ഇവർ പറക്കി മലയാളം സംസാരിക്കുന്ന അവിടെ ഇരുന്നിട്ട് ലെറ്റർ വായിക്കുന്നത് കണ്ടപ്പം മമ്മിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മമ്മി ചോദിക്കുന്നു ഇവിടെ എന്ത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അതാണ് തിരിച്ച് വഴക്ക് പറഞ്ഞു, നീ എന്ത് ചെയ്ത് വെക്കുന്നത്, പിന്നെ അതെനിക്ക് നിനക്ക് എന്താ മലയാളം അറിയില്ല, നിനക്ക് മലയാളം പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജിസേലിന് മമ്മി പറഞ്ഞതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്തായാലും ആര്യൻ്റെ കഴിഞ്ഞു, ജിസേലിൻ്റെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ അനിമോളുടെ ഉമ്മയൊക്കെ വെച്ചു. ഭയങ്കരമായിട്ട് പിന്നെ അമ്മ ഇത്തിരി കരഞ്ഞു. പക്ഷേ അമ്മ കുറച്ച് സ്ട്രോങ് ആയിരുന്നു കേട്ടോ. അമ്മ മാക്സിമം നീ കരയരുത്. അപ്പോൾ അമ്മ കരയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കരയുന്നതല്ല, ഞാൻ അങ്ങനെ കരയത്തൊന്നുമില്ല. പിന്നെ നീ കരയുന്ന കാണുമ്പോൾ ഞാൻ എഴുന്നേറ്റങ്ങ് പോയി, എനിക്ക് ദേഷ്യമാണ് നീ കരയുന്ന കാണുമ്പോൾ തന്നെ. പിന്നെ വേറെ ഒരു കൊച്ച് ആരൊക്കെയൊക്കെ എഴുന്നേറ്റ് പോകും, നീ എന്തിനാണ് ഈ കരയുന്ന ആവശ്യമില്ലാതെ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുക, എപ്പോഴും കളിക്കുക. പിന്നെ ആദിലെ നൂറയൊക്കെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, നന്നായിട്ട് കളിക്കുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക, വെറുതെ ആവശ്യമില്ലാതെ കരയിൽ. പിന്നെ ചെവിയിൽ പോരാൻ നേരത്തെ ചേച്ചി പറഞ്ഞു 1-2 ഉണ്ടെന്ന് പറഞ്ഞു, ടെൻഷനൊന്നും ഉണ്ട്. പിന്നെ ഫോളോവേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ഹിൻ്റാണ്, നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഫോളോവേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്, നീ എന്തിനാ ഈ ഫോളോവേഴ്സ് പോയി കാണുമോ, എനിക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. നിനക്ക് ആരും വരത്തില്ല എന്ന് പറഞ്ഞ് എന്തിനാണ് വിഷമിക്കുന്നത്, നിൻ്റെ എല്ലാവരും ചത്തുപോയോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നീ എന്തിനാ ആവശ്യമില്ലാത്ത ടെൻഷൻ, ആവശ്യമില്ലാത്ത കരച്ചിൽ എന്തിനാണെന്നൊക്കെ വെച്ചാൽ അമ്മ വഴക്ക് പറഞ്ഞു. അതൊക്കെ കൊള്ളാം, നല്ല ഉപദേശങ്ങളാണ് കൊടുത്തത്. അത് കണക്ക് വന്ന ചേച്ചിയും ഒരുപാട് ഹിൻ്റ് കൊടുത്തു. നിൻ്റെ ഫോളോവേഴ്സൊക്കെ കൂടിയിട്ട് മാത്രമേ ഉള്ളൂ, ഫോളോവേഴ്സൊന്നും കുറഞ്ഞിട്ടില്ല, നിനക്ക് ഫോളോവേഴ്സൊക്കെ കൂടിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതും കുഴപ്പമില്ല, നല്ല ഒരു പോസിറ്റീവ് ആക്കിയിട്ടാണ് അവരും പോയത്. എന്തായാലും അനുമോളായാലും ആര്യനെ അമ്മ വളരെ പ്രൗഡെന്ന് പറഞ്ഞു. അപ്പോൾ ആര്യന് സമാധാനം, അമ്മയും പറഞ്ഞു ചേട്ടനും പറഞ്ഞു നീ വളരെ പ്രൗഡാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനും ഇതായി. പക്ഷേ ജിസേലിനെ ഉള്ളൂ മമ്മി വഴക്ക് പറഞ്ഞത്, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം. അതുപോലെ തന്നെ ബെഡ് മാറാൻ പറഞ്ഞു. ജിസേലിൻ്റെ മമ്മി പറഞ്ഞു 2 പേരും 2 ബെഡിൽ കിടക്കും, എന്തിനാണ് ഒരു ബെഡിൽ കിടക്കുന്നത്. അത് ജിസേലിൻ്റെ മമ്മിയല്ല പറഞ്ഞത്, ആര്യൻ്റെ മമ്മിയാണ് പറഞ്ഞത് 2 ബെഡിൽ കിടക്കും എന്ന് പറഞ്ഞു. ഇനി എന്ന് കിടക്കത്തില്ല എന്നൊക്കെ നമുക്ക് കണ്ടിട്ടറിയാം. കാരണം ജിസേൽ വീണ്ടും ആര്യനുമായിട്ട് ഇന്ന് സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും 2 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കളിച്ചാൽ 2 പേർക്കും നല്ലത്. അല്ലെങ്കിൽ വീണ്ടും തദൈവ പോലെ ആണെങ്കിൽ അങ്ങനെ. പിന്നെന്തോ ഒരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട്. ജിസേലിൻ്റെ മമ്മി എങ്ങാണ്ട് പറഞ്ഞു അനീഷിനെ ഇഷ്ടമാണ്. അപ്പം ഷാനവാസ് ഇങ്ങനെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു, അനീഷിന് നിന്നെ ഇഷ്ടമാണ് ജിസേലിന്. അപ്പോൾ ജിസേലിൻ്റെ മമ്മി കല്യാണം ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ, വേറെ വിശേഷങ്ങളൊന്നുമില്ല ഗായ്സ്. അപ്പം നെക്സ്റ്റ് ഫാമിലി വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഒരു പാട്ട് കേൾക്കുന്നു ഗായ്സ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.